ഹലോ, ഹായ്, നമസ്കാരം. എൻ്റെ എല്ലാ വ്യൂവേഴ്സിനും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ അമ്മേനെ ഞാൻ ഗൾഫിലേക്ക് യാത്ര അയക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ പുള്ളിക്കാരി ചേച്ചിയുടെ കൂടെ അബുദാബിയിലേക്ക് ഒരു 1 മന്ത് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. ആക്ച്വലി ഞങ്ങളിവിടെ ഇങ്ങനെ വിട്ടിട്ട് പോകാനായിട്ട് അമ്മയ്ക്ക് നല്ല ടെൻഷനുണ്ട് കേട്ടോ. സങ്കടമൊന്നുമല്ല, കാരണം ഒരു മാസം കഴിയുമ്പോൾ ഇങ്ങനെ വരുമല്ലോ. അപ്പം കൂടുതലും അമ്മ എൻ്റെ കൂടെയാണ് നിൽക്കാറുള്ളത്. എനിക്ക് വേറെ 2 ചേച്ചിമാരുണ്ട്. അപ്പോൾ അവിടെ മാറി മാറി നിൽക്കുമെങ്കിലും ഇവിടുന്ന് കുട്ടികളും ഒക്കെ ഉള്ളതുകൊണ്ട് ഈ ഒരു ഉത്തരവാദിത്വമൊക്കെ ഇട്ടിട്ട് പോകുന്നതിലുള്ള ടെൻഷനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഹാപ്പി ആയിട്ട് യാത്ര അയക്കാനുള്ള പരിപാടിയിലാണ്. അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു 9:30 മണിയൊക്കെ ആയപ്പോഴത്തേനും വീട്ടിൽ നിന്ന് ഇറങ്ങിയായിരുന്നു. കാരണം 1 മണിക്കായിരുന്നു ഫ്ലൈറ്റ്. അപ്പോൾ 3 അവേഴ്സ് മുമ്പേ പോയി അമ്മയ്ക്ക് എല്ലാ പ്രൊസീജിയേഴ്സൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ ഇറങ്ങി. എയർലൈൻസിൻ്റെ ഫ്ലൈറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം ഒരു ടൈമായിരുന്നു, വൈകിട്ടായിരുന്നു. അപ്പോൾ അതിന് പിന്നെ ഡിലേ ആയി നൈറ്റ് 1 ആയതാണ്. അങ്ങനെ ഒരു 10 മിനിറ്റ്സിൻ്റെ ട്രാവലേ ഉള്ളായിരുന്നു എയർപോർട്ടിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഇവിടെ ടെർമിനൽ 2 നമ്മൾ കയറിയിരിക്കുന്നത് കേട്ടോ. ഈ എയർപോർട്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും എനിക്കതൊരു നൊസ്റ്റാൾജിയാണ് കേട്ടോ. കാരണം പണ്ട് അച്ഛൻ ഗൾഫിലായിരുന്നു. അപ്പം പുള്ളി ഇതുപോലെ ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോൾ ആ പെട്ടിയൊക്കെ ആയിട്ട് വരുമ്പോൾ നമുക്ക് ആ ഒരു സന്തോഷമുണ്ട്. കുഞ്ഞല്ലേ, അപ്പോൾ അതിനകത്ത് പെട്ടിയിൽ എന്താണ് അച്ഛനെ ഇരുന്നിരുന്ന് കാണുന്ന ഒരു സന്തോഷവും, അപ്പോൾ അതൊക്കെ ഒരു വല്ലാത്തൊരു അനുഭവമാണ്. അതുപോലെ തന്നെ തിരിച്ച് പോകുമ്പോൾ ഉണ്ടാകുന്നൊരു സങ്കടവും. അപ്പം ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ അവിടെ പോയപ്പോൾ അതുപോലെ ഒത്തിരി പേരെയാണ് കാണാൻ പറ്റിയത്. അതുപോലെ യാത്ര അയക്കുന്നവർ, വരുന്നവരുടെ സന്തോഷം. അപ്പോൾ അത് പല പല വികാരങ്ങൾ ചേർന്നൊരു സ്ഥലം, കാണാൻ പറ്റുന്നൊരു സ്ഥലമാണ് ശരിക്കും എയർപോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും അമ്മ എല്ലാ പേപ്പേഴ്സൊക്കെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്യണം കേട്ടോ പുള്ളിക്കാരി. ചെറിയൊരു ടെൻഷനാണ്, കാരണം ഒറ്റയ്ക്കാണ് പോകുന്നത്. ഇതിന് മുമ്പും പോയിട്ടുണ്ട് ഇതുപോലെ. എന്നാലും ആ ഒരു ഒറ്റയ്ക്ക് പോകുന്നതിൻ്റെ ഒരു ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും പിള്ളേരെയൊക്കെ വിട്ടിട്ട് പോകുന്നതിൻ്റെ ഒരു ചെറിയ വിഷമം ഉണ്ട്. ആക്ച്വലി ഞാൻ ഈ ഒരു വീഡിയോ പ്രിപ്പയർ ചെയ്യുന്ന അമ്മ പോയിട്ടൊരു 3-4 ദിവസത്തിന് ശേഷമാണ് കേട്ടോ. കാരണം എനിക്ക് അതിന് ശേഷം ഞാൻ ഫുൾ ബിസിയായി. കാരണം ഈ പറയുന്ന പോലെ വീട്ടിലെല്ലാ റെസ്പോൺസിബിലിറ്റി ആയാലും എല്ലാ കാര്യങ്ങളും നോക്കേണ്ടി വന്നപ്പോൾ ആ ഒരു വീഡിയോ ചെയ്യാനുള്ളൊരു മനസ്സും വരുന്നില്ലായിരുന്നു. നമുക്കതുപോലെ ഒരു എന്താ പറയുക, ടൈമും കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഓൾവേസ് അമ്മ ഈസ് അമ്മ അല്ലേ, അതെല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. അമ്മ എന്ന് പറയുന്നതിനെ പകരം വെക്കാനായിട്ട് നമുക്ക് ആർക്കും, നമ്മുടെ ആരുടെയും ലൈഫിലൊന്നും ഉണ്ടാവില്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ പുള്ളിക്കാരി വല്ലാണ്ടങ്ങ് സുഖിക്കുന്നുണ്ടായിരിക്കും കേട്ടോ. ഇപ്പോൾ എന്തായാലും നമ്മുടെ പെട്ടിയൊക്കെ ഇവിടെ റാപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു, അമ്മയ്ക്ക് ഏകദേശം പോകേണ്ട സമയമായി. അപ്പോൾ പിള്ളേരുടെ കൂടെ ഫോട്ടോയൊക്കെ പോസ്റ്റ് ചെയ്തു കേട്ടോ. ഇപ്പോൾ കണ്ണടച്ച് ഉറങ്ങുന്ന മുമ്പ് 1 മാസം അങ്ങ് വേഗം പോകും എന്നൊക്കെ പുള്ളിക്കാരി പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും അങ്ങനെ ഞങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് യാത്ര അയച്ചു. അപ്പോൾ പുള്ളിക്കാർക്ക് നടക്കാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമ്മളൊരു വീൽ ചെയറൊക്കെ നേരത്തെ ബുക്ക് ചെയ്തിരുന്നു കേട്ടോ. ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ വീൽ ചെയറൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇവിടുന്ന് പോയി ഞങ്ങൾ ബൈ ബൈ ഒക്കെ പറഞ്ഞു. അങ്ങനെ അമ്മ വളരെ സേഫായിട്ട് ടാറ്റയൊക്കെ പറഞ്ഞ് അതിനകത്ത് കയറി ചെക്ക് ഇൻ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നെല്ലാം ക്ലിയറാണ്, വെയിറ്റൊക്കെ ക്ലിയർ ആണോ എന്ന് നമ്മൾ നോക്കുമല്ലോ. അപ്പോൾ വെയിറ്റ് എല്ലാം ക്ലിയറാണ്, വേറെ ഇഷ്യൂസൊന്നും ഇല്ലയെന്ന് പറഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ പിള്ളേരുടെ ഒരു വിഷമമൊക്കെ മാറാനായിട്ട് അവരെയും കൊണ്ടൊന്ന് പുറത്തോട്ടൊക്കെ ഒന്ന് പോകാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ എന്തായാലും ഇതുവരെ വന്ന സ്ഥിതിക്ക് എയർപോർട്ടിൻ്റെ ഒരു ചുറ്റുപാടും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് വീഡിയോ എടുക്കാമെന്ന് കരുതി. അപ്പോൾ ഇവിടുത്തെ റോഡായാലും ലൈറ്റിങ്സ് ആയാലും എല്ലാം വളരെ മനോഹരമായിട്ട്, കാരണം ആ ഒരു പ്ലസൻ്റ് ആയിട്ടുള്ളൊരു ഒരു അന്തരീക്ഷമായിരുന്നു. അപ്പോൾ എല്ലാവരും പോകുന്നതും വരുന്ന ആ ഒരു തിരക്കുള്ള ഒരു സ്ഥലം മാറ്റിയ ബാക്കിയെല്ലാം വളരെ പ്ലസൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ. അങ്ങനെ എയർപോർട്ട് റോഡൊക്കെ ഒന്ന് ചുറ്റി കണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ എന്തായാലും അവിടെ വെയിറ്റിങ്ങിനൊരു ചെറിയ ഫീസ് ഉണ്ടാവും, അത് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ കൊടുത്തു, അതിന് പുറത്തോട്ട് ഇറങ്ങി. നമ്മുടെ പിള്ളേരെയും കൊണ്ട് നേരെ ആ ഒരു വിഷമമൊക്കെ തീർക്കാൻ തൊട്ട് അടുത്ത് കണ്ട ഒരു ഷോപ്പിലോട്ട് പോയി കേട്ടോ. അപ്പം നമ്മുടെ പരിഷ്കാരിയായ ജാനിക്കുട്ടി അവിടുന്ന് ഡോനട്ടും നമ്മുടെ നാടൻ കുട്ടിയായ ഋഷിക്കുട്ടനൊരു വാഴയ്ക്കപ്പമായിരുന്നു കേട്ടോ ഓർഡർ ചെയ്തത്. അപ്പം അതൊക്കെ കഴിച്ച് അവരുടെ ആ ഒരു അന്നേരത്തെ സങ്കടമൊക്കെ നമ്മളൊന്ന് മാറ്റി. എന്നാലും 1-2 ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ ഋഷിക്കുട്ടൻ അന്വേഷിച്ച് തുടങ്ങി കേട്ടോ. മമ്മി എന്നാണ് അവൻ അമ്മയെ വിളിക്കുന്നത്. അപ്പോൾ മമ്മി എവിടെ പോയി എന്ന് പറഞ്ഞ് മിക്ക ദിവസവും ഉറക്കം എണീക്കുമ്പോഴും അതുപോലെ കിടക്കാൻ നേരത്തൊക്കെ അവൻ ചോദിക്കുന്നുണ്ടായിരുന്നു. കാരണം 2 പേരും കൂടുതലും വിശേഷം പറയുന്നത് അമ്മയായിട്ടാണ്. അപ്പം അതുകൊണ്ട് തന്നെ അമ്മയില്ലാത്തതിൻ്റെ ഒരു ആബ്സെൻസ് അവർക്ക് നല്ല രീതിയിൽ അത് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ അവിടെ നിന്ന് ഷോപ്പിൽ നിന്ന് ഓരോന്നൊക്കെ കഴിച്ച ശേഷം നമ്മൾ നേരെ വന്നത് നമ്മുടെ കടാപ്പുറത്താണ്.
അപ്പോൾ ഇത് നമ്മുടെ ശംഖുമുഖം ബീച്ചാണ്. ഇവിടെ നമ്മൾ ഏകദേശം ഒരു 10:30-11 മണിയൊക്കെ ആയിട്ടുണ്ടാവും എത്തിയപ്പോൾ. എന്നിട്ടും ആളിന് കുറവൊന്നുമില്ലായിരുന്നു കേട്ടോ. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് കുറച്ച് നേരം ഈ മണലിലിരിക്കെ ഇരുന്നു തിരയൊക്കെ കണ്ടങ്ങനെ ആസ്വദിച്ച് കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി. അപ്പോൾ എന്തായാലും ഇത്രയും നാൾ ഞാൻ ചെയ്തതെന്നുള്ളൊരു വ്യത്യസ്തമായ വീഡിയോ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ വീഡിയോയുടെ അഭിപ്രായം എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. കാരണം സാധാരണ ഞാൻ ഫുഡിൻ്റെ വീഡിയോസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ചെയ്യാറ്. അപ്പോൾ എന്തായാലും ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.